പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതാണ് ഓൺ ആൻഡ് ഓണിന്റെ സ്പൈറുലിന ഗോൾഡ് ക്യാപ്സ്യൂൾസ്. 60 വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് അടങ്ങിയിട്ടുള്ളത്. ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ്. ഇനി എന്താണ് സ്പൈറുലിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പൈറുലിന എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലങ്ങളിൽ നമ്മളുടെ വീടിന് മുകളിൽ കാണുന്ന പായലാണോ? അല്ല, ഇത് പായൽ വർഗത്തിൽ പെടുന്നവ തന്നെയാണ്. പക്ഷെ ഏറ്റവും അധികം സൂപ്പർ ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തരം പായലാണ് ഇത്. ഈ 7 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഒരു 7 ഗ്രാം ഡ്രൈഡ് ആയിട്ടുള്ള ഉണങ്ങിയ സ്പൈറുലിനയിൽ അടങ്ങിയിട്ടുള്ളത് 4 ഗ്രാം പ്രോട്ടീൻസ്, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ B3, കോപ്പർ, അയൺ ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ഈ സ്പൈറുലിന ഗോൾഡില് മുട്ടയിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാളും 6 മടങ്ങ് പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത്. പച്ചക്കറികളിൽ, പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യത്തെക്കാളും 10 മടങ്ങ് പൊട്ടാസ്യമാണ് നമ്മുടെ സ്പൈറുലിന ഗോൾഡിൽ അടങ്ങിയിട്ടുള്ളത്. ഇലക്കറികളിൽ ഉള്ളതിനേക്കാളും 50 മടങ്ങ് അയൺ ആണ് അടങ്ങിയിട്ടുള്ളത്. പാലിൽ അടങ്ങിയതിനേക്കാളും 7 മടങ്ങ് കാൽഷ്യമാണ് ഉള്ളത്. എല്ലാം എസെൻഷ്യൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും ഊർജവും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് സ്പൈറുലിന ഗോൾഡ്. ഇനി 1 ഗ്രാം സ്പൈറുലിനയിൽ നമ്മൾ ഏകദേശം ഏതൊക്കെ കാര്യങ്ങൾക്ക് തുല്യമാണ് എന്ന് നോക്കാം. 1 ഗ്രാം സ്പൈറുലിന എന്ന് പറയുന്നത് 27 അര ആപ്പിൾ കഴിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്കറിയാം, ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് ആണ്, an apple a day keeps the doctor away. ഒരു ആപ്പിൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യം വരില്ല എന്നാണ്. നമ്മൾ 95 കഴിഞ്ഞ സെക്ഷനിൽ 95 എടുത്തപ്പം പറഞ്ഞിരുന്നു, ഒരു ആപ്പിളിൽ 3000 ആണ് ഒറാക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഈ 1 ഗ്രാം സ്പൈറുലിനയിൽ അടങ്ങിയിട്ടുള്ളത് 27 അര ആപ്പിളിന് സമമാണ്. അതുപോലെ 30 ഗ്രാം മത്സ്യം കഴിക്കുന്നതിന് സമയം, 300 ഗ്രാം ചിക്കൻ കോഴിയിറച്ചി കഴിക്കുന്നതിന് സമം, 300 മില്ലി പാല് കുടിക്കുന്നതിന് സമം, 1 മുട്ടയ്ക്ക് സമം, 10 ഗ്രാം മുന്തിരി കഴിക്കുന്നതിന് സമം, 1/4 കിലോ ഗ്രീൻ പീസ് കഴിക്കുന്നതിന് തുല്യം, 25 ഗ്രാം ക്യാരറ്റ് കഴിക്കുന്നതിന് തുല്യം. ചുരുക്കി പറഞ്ഞാൽ 1 ഗ്രാം സ്പൈറുലിന ഈക്വൽ ടു സമം എന്ന് പറയാൻ പറ്റും 1 കിലോ പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്ക് സമമാണ് 1 ഗ്രാം സ്പൈറുലിന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാസാക്കാര് എന്ന് പറയുമ്പോൾ ബഹിരാകാശത്ത് പോയിട്ട് ബഹിരാകാശത്ത് പഠനം നടത്തുന്നവർ, ഭൂമിയിലല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ടോ, ജീവജാലങ്ങൾ വളരാനുള്ള സൗകര്യമുണ്ടോ തുടങ്ങിയ പഠനങ്ങൾ നടത്തുന്നവര്. അവർ പഠനങ്ങൾ നടത്താൻ വേണ്ടി ബഹിരാകാശത്ത് പോകുമ്പോൾ 1 ആഴ്ച, 1 മാസം, 2 മാസം ഒക്കെയാണ് അവർക്ക് അവിടെ പഠനം നടത്തേണ്ടി വരിക. അപ്പം ഈ 1 മാസത്തേക്കും 2 മാസത്തേക്കും ഒക്കെ ഭക്ഷണവും എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പം അവർ ഉപയോഗിക്കുന്നതാണ് സ്പൈറുലിന എന്ന് പറഞ്ഞിട്ടുള്ളത്, സ്പൈറുലിന ഗോൾഡ്. അങ്ങനെയാണ് അവർ ഇതിനെ സൂപ്പർ ഫുഡ്, നമ്മൾ ചോറ് കഴിക്കുന്നതിന് തുല്യം, ഇപ്പൊ തന്നെ പറഞ്ഞു 300 ഗ്രാം മത്സ്യം കഴിക്കുന്നതിന് തുല്യം, കോഴിയിറച്ചി കഴിക്കുന്നതിന് തുല്യം എന്നൊക്കെ. അപ്പം അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ സ്പൈറുലിന എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സ്പൈറുലിനയുടെ ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്നുള്ളത് നോക്കാം. അത് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. നീർക്കെട്ട് വരാതിരിക്കുകയും നീർക്കെട്ട് വരുന്നതിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് സ്പൈറുലിന. അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ ആണ് LDL എന്ന് പറയുന്നത്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതിന്റെ അളവും ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവും ലോ ആക്കാൻ, അതായത് രക്തത്തിൽ ക്രമീകരിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതും കൂടിയാണ് സ്പൈറുലിന. നമ്മളുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന്, രക്തത്തിലെ ഷുഗറിനെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന്, നമ്മളുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്നതിനും, അതേപോലെ തന്നെ അനീമിയ എന്ന് പറഞ്ഞാൽ എന്തില്ല, രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിയൊന്നും വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒന്നും കൂടിയാണ് സ്പൈറുലിന. അതേപോലെ തന്നെ കാഴ്ചശക്തി. ഇന്നറിയാം, നമുക്ക് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് 60, 70, 80 വയസ്സുകളിലൊക്കെയാണ് പണ്ട് കാഴ്ചശക്തി മങ്ങുന്നതും കാഴ്ചശക്തിയിൽ കുറവ് വരുന്നതും ഒക്കെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇക്കാലത്തോ ചെറിയ പിള്ളേരടക്കമാണ് വലിയ സോഡ ഗ്ലാസും വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം അത്തരത്തിലൊന്നും ഉണ്ടാവാതെ നമ്മളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കൂടിയുള്ള കഴിവാണ് സ്പൈറുലിനയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ വാർദ്ധക്യം. ഇന്ന് തന്നെ ഒരു വ്യക്തിയെ നമുക്ക് നോക്കുന്നതിലൂടെ അയാളെ കണ്ടുകൊണ്ട് അയാളുടെ വയസ്സ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം 20 വയസ്സുള്ള ഒരാൾക്ക്
50 വയസ്സിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. മുടിയൊക്കെ നരച്ച്, മുടിയൊക്കെ കൊഴിഞ്ഞ്, തലയൊക്കെ കഷണ്ടിയായിട്ട്, കൈകാലുകളിൽ വേദന, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്നതാണ്. കാഴ്ചശക്തി കുറവ്, ഇതൊക്കെ വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളെ ഒരു വ്യക്തിയിൽ ഉണ്ടായതുകൊണ്ട് അയാളുടെ ഏജ്, അയാളുടെ പ്രായം നമ്മൾക്ക് ഇന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഇത്തരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറേ കാലത്തേക്ക് 80-90 വയസ്സിലേക്ക് തള്ളിക്കൊണ്ടു പോകാനായിട്ടും കൂടെയുള്ള ഒരു പവറാണ് നമ്മളുടെ സ്പൈറുലിന ഗോൾഡിൽ ഉള്ളത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് DHA. ഡോക്കൂസ ഹെക്സനോയിക് ആസിഡ്. നമുക്കറിയാം 3 omega-3 ഫാറ്റി ആസിഡ്സ് ആണ് ഉള്ളത്. ALA, EPA, DHA എന്ന് പറഞ്ഞിട്ട്. അതിൽ DHA, ഡോക്കൂസ ഹെക്സനോയിക് ആസിഡ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ആവശ്യം എന്താണ്? അത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണോ? തീർച്ചയായും അതെ. നമ്മളുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന്, തലച്ചോറിന്റെ വളർച്ചയ്ക്ക്, കണ്ണിന്റെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ നമ്മളുടെ തൊലിയിൽ ഉണ്ടാവുന്ന ചുക്കും ചുളിവും ഒന്നും വരാതെ നമ്മളുടെ സ്കിന്നിന്റെ സംരക്ഷണത്തിന് ഒക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് DHA എന്ന് പറയുന്നത്. പറയുകയാണെങ്കിൽ 97% omega-3 ഫാറ്റി ആസിഡ്സ് ആണ് നമ്മളുടെ ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്. 93% omega-3 ഫാറ്റി ആസിഡ്സ് ആണ് നമ്മുടെ കണ്ണിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിന്റെ മറ്റുള്ള ഗുണങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബ്രെയിനിന്റെ വളർച്ചയെ സഹായിക്കുന്നു. രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ്സിന്റെയും ബ്ലഡ് പ്രഷറിനെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നു. പല വിധത്തിൽ നീർക്കെട്ടുണ്ടാകുന്നതിന് പല കാരണങ്ങളാണ്. ക്യാൻസർ കാരണം ഉണ്ടാകാം, പ്രമേഹം കാരണങ്ങൾ ഉണ്ടാകാം, ആർത്രൈറ്റിസ് സന്ധിവേദന കാരണം ഉണ്ടാകാം, അൽഷിമേഴ്സ് രോഗം കാരണം ഉണ്ടാകാം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണം നീർക്കെട്ടുണ്ടാകാം. ഈ പറയുന്ന ഒരു നീർക്കെട്ടും ഉണ്ടാകാതെ ശരീരത്തെ സംരക്ഷിക്കാനും ഈ DHA വളരെ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ കൈകാലുകളിൽ ഉണ്ടാകുന്ന വേദന, ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് വരാതെ സംരക്ഷിക്കുന്നു. അതുപോലെ വാർദ്ധക്യത്തെ കുറെ കാലത്തേക്ക് തള്ളി നീക്കുന്നതിലും സഹായിക്കുന്നു. ഇനി അടുത്തതായിട്ട് ചേർന്നിട്ടുള്ളതാണ് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്. പുളിവർഗത്തിൽ പെട്ടതാണ് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്. അപ്പം അതിൽ ഒരുപാട് വൈറ്റമിൻ A അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ളതാണ് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്. ഇനി അതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡൻസ് ആണ്. ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റേഷൻ സപ്ലൈ ചെയ്യാനായിട്ട് കഴിവുള്ള ഒന്നാണ് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്. എന്തിനാണ് ആന്റി ഓക്സിഡൻസ്? നമ്മൾ 95 പറഞ്ഞപ്പം പറഞ്ഞിരുന്നു, ശരീരത്തിൽ അനുദിനം ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ആരോഗ്യം വേണം എന്നുള്ളവർക്ക് എങ്ങനെ ഉണ്ടെങ്കിലായിരിക്കും ആരോഗ്യം ഉണ്ടാവുക? ഫ്രീ റാഡിക്കൽസും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസിന്റെ അളവും തുല്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ആളെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും ആരോഗ്യവാൻ എന്ന് പറയാം. മറിച്ച് ഫ്രീ റാഡിക്കൽസിന്റെ അളവ് കൂടുതലും ആന്റി ഓക്സിഡൻസിന്റെ അളവ് കുറവുമാണെങ്കിൽ ആ ആളിൽ പലതരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ നമ്മളുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാരണമാണ്. അതിനെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ആന്റി ഓക്സിഡൻസ്. ഇപ്പം നമ്മളുടെ സിട്രസ് ബയോഫ്ലേവനോയിഡ്സിൽ ഏറ്റവും അധികം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട്, രക്തം കൃത്യമായിട്ട് ശരീരത്തിലുടനീളം സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. നമ്മളുടെ കാപ്പിലറീസ്, നമ്മുടെ ബ്ലഡ് വെസൽ ആയിട്ടുള്ള കാപ്പിലറീസിന്റെ സ്ട്രെങ്ത് നിലനിർത്തുന്നതിൽ സഹായിക്കുന്നതാണ്. ഇനി സ്പൈറുലിന നമ്മൾക്ക് ആർക്കൊക്കെ നൽകാം എന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഇന്ന് ഏറ്റവും പുരോഗമിച്ച ഒരു ലോകത്താണ് അല്ലെ, സാങ്കേതിക വിദ്യകൾ കൊണ്ടുമൊക്കെ വളരെയധികം പുരോഗമിച്ച ഒരു യുഗത്തിലാണ് നമ്മൾ ഏവരും ജീവിക്കുന്നത്. ഇന്ന് ആർക്കും സമയമില്ല. എന്തിന് സമയമില്ല? ഭക്ഷണം പാകം ചെയ്യാൻ സമയമില്ല, അത് കഴിക്കാൻ സമയമില്ല, കുട്ടികളെ നോക്കാൻ സമയമില്ല, അച്ഛനമ്മമാരെ നോക്കാൻ സമയമില്ല. എല്ലാവരും ഓടുകയാണ്. എന്തിനു പിന്നാലെ ഓടുന്നു? കാശ് ഉണ്ടാക്കാനായിട്ട് ഓടുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ കാശ് അവർ എവിടെയാണ് കൊണ്ടുപോയി തരുന്നത്? ആർക്കാണ് കൊടുക്കുന്നത്? ഡോക്ടേഴ്സിന്. പല വലിയ ഹോസ്പിറ്റലിൽ പല വിധത്തിലുള്ള ടെസ്റ്റ് നടത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂക്ഷിച്ച് ഒന്നിനും സമയമില്ലാതെ നേടിയെടുത്ത ഈ കാശ് കൊണ്ടുപോയിട്ട് ചെലവാക്കുന്നത്. ഇപ്പം നമുക്കറിയാം രാവിലെ ഭക്ഷണം കഴിക്കാൻ സമയമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് ചെയ്യുന്നത്? മോർണിംഗ് ഫുഡ്, രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും. ഉച്ചക്കത്തെ ഫുഡ് വല്ല ഓറഞ്ചോ പൈനാപ്പിളോ ബനാനയോ പഴമോ എന്തെങ്കിലും കഴിച്ച് വയറ് നിറക്കും. അല്ലെങ്കിലോ ഇപ്പൊ നമുക്കറിയാം ഞൊടിയിടയിൽ അല്ലെ ഇത്ര വലിയ ഹോട്ടലിലെയും ഭക്ഷണം നമ്മളുടെ
സ്ഥലത്തേക്ക് എത്തും. അങ്ങനെ വരുന്ന ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഊർജ്ജ ഉൽപാദനമോ അല്ലെങ്കിൽ വൈറ്റമിൻസോ പ്രോട്ടീൻസോ നമ്മളുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇനി കുട്ടികളെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്കൊരു പോക്കറ്റ് മണിയായിട്ട് 100 രൂപയോ 200 രൂപയോ കൊടുത്തിട്ട് പറയും മാതാപിതാക്കൾ അടുത്തുള്ള ഹോട്ടലിന് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിച്ചോളൂ. അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ എന്താണ് കഴിക്കുന്നത് എന്ന് ഒരിക്കലും മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകൾ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നുണ്ടോ, നല്ല ഭക്ഷണമാണോ കഴിക്കുന്നത് എന്നൊന്നും ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പം ലേസ് മുതലായ പലതരത്തിലുള്ള മധുരപാനീയങ്ങളും ഒക്കെയാണ് കുട്ടികൾ വാങ്ങിച്ചു കഴിക്കുന്നത്. ഇനി വാർദ്ധക്യത്തിലുള്ളവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പല്ല് കുഴിഞ്ഞു പോകുന്നത് കൊണ്ടും വാർദ്ധക്യത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ കൊണ്ടും അവർക്ക് വായിൽ രുചി അനുഭവപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ളവർക്ക് നമ്മൾ എന്താണ് അരിയൊക്കെ കഞ്ഞിയൊക്കെ ജ്യൂസ് ആക്കി കൊടുക്കും, അല്ലെങ്കിൽ ജ്യൂസ് അല്ലെ, ഇപ്പം പഴവർഗ്ഗങ്ങളാണെങ്കിൽ തന്നെയും ജ്യൂസ് അടിച്ചൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഈ വാർദ്ധക്യത്തിൽ നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാർക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിൽ എല്ലാ വിധത്തിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ എത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം ഈ പറഞ്ഞ എല്ലാ വിഭാഗക്കാർക്കും ഒരേപോലെ നമ്മുടെ സ്പൈറുലിന ഗോൾഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തീർത്തും വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതേപോലെ തന്നെ വെജിറ്റബിൾസ് അല്ലെ, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരുപാട് അഭാവമാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഫാറ്റോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ മിനറൽസോ ഒന്നും ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മിശ്രിതമായിട്ടുള്ള ഒന്ന് ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. പലതിന്റെയും അഭാവമാണ് കണ്ടുവരുന്നത്. അപ്പം നമ്മുടെ സ്പൈറുലിന ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, 30 ഗ്രാം മത്സ്യത്തിന് സമം 300 ഗ്രാം കോഴിയിറച്ചിക്ക് സമം 300 മില്ലി പാലിന് സമം എന്നൊക്കെ. അപ്പം ഇത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ ഒരു സ്പൈറുലിന കഴിക്കുന്നത് വഴി അവർക്ക് എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും ഫാറ്റ്സും ഒക്കെ അവരുടെ ശരീരത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു അവർക്കും ഇത് നമ്മൾക്ക് കൊടുക്കാം. ഇനി കുട്ടികൾക്ക് ക്യാപ്സ്യൂൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ആ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് അതിലെ ഗ്രാന്യൂൾസ് വെള്ളത്തിലോ മറ്റോ അലിച്ച് ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വാർദ്ധക്യത്തിലുള്ളവർക്കും നൽകാം. അപ്പം ഓവറോൾ ഇതൊരു സപ്ലിമെന്റ് ആണ് അല്ലെ. ഇത്രയും കണ്ടമാനം ഭക്ഷണങ്ങൾ വാരി വലിച്ച് കഴിക്കുന്നതിനേക്കാളും 1 ഗ്രാം നമ്മളുടെ സ്പൈറുലിന ഗോൾഡ് കഴിക്കുന്നത് വഴി ഇത്രയധികം ഗുണങ്ങളാണ്. നമ്മുടെ തലച്ചോറിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു, രക്തത്തിലെ ഷുഗർ, ട്രൈഗ്ലിസറൈഡ്സ്, കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു, വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ ദൂരകാലത്തേക്ക് നീട്ടി നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ സ്പൈറുലിന ഗോൾഡ്. ഇതിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓൺ ആൻഡ് ഓണിന്റെ സ്പൈറുലിന ഗോൾഡ്. ഇനി ഇത്രയാണ് സ്പൈറുലിന ഗോൾഡിനെ പറ്റി പറയാനുള്ളത്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമുക്കറിയാം നമ്മളുടെ